ഇതേപോലെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. സിത്താര മൈലക്കാട് ഇറക്കത്തെ പാലം തകർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിയിരിക്കുന്നവരെ പ്രാർത്ഥന കൊണ്ട് സ്കൂൾ പിള്ളേർ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പാലം ഉണ്ടാക്കേണ്ട വിധം 4 സ്ലാബ്, 4 ഡംബർ ബാൻഡ്, കുറച്ച് മണ്ണ്, ഇത്രയും കൊണ്ട് ഒരു പാലം പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണം ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഡംബർ ബാൻഡ് പോലെ ഇരിക്കുന്ന ഒരു വള്ളി കൊണ്ടാണ്, ആ വള്ളിയുടെ ബലത്തിലാണ് ഈ പാലം ഇരിക്കുന്നത്. കുടിക്കുന്ന പാലും ഇട്ട് സഞ്ചരിക്കുന്ന റോഡ് വരെ അഴിമതി. ആവ് ഇളവി വീരായിരിക്കാനുള്ള ഒരു പലകയുടെ അടയാണ് ഈ സാധനം. ചാക്കിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഇനി എന്ത് വിശ്വസിച്ച് വേണം ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ? സിത്താര ജംഗ്ഷനിലെ ആ പ്രശ്നങ്ങൾ ഞാൻ 2, 3, 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ അവിടുത്തെ നടപടി എടുത്തിട്ടില്ല. ഇതിന് ഒരയ്ക്ക് തീ പിടിക്കുമ്പം വാര വെട്ടുന്ന പരിപാടിയാണ് അപ്പുറത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരമാണ്. ഇനി പൊളിഞ്ഞു വീണതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇത് ഇന്ന് വീരും നാളെ വീരും എന്നും പറഞ്ഞ അപകടാവസ്ഥയിൽ ഇതിരിക്കുവാണ്. വീട്ടിലിരിക്കുന്നവരെ പ്രാർത്ഥന കൊണ്ടാണ് കുറേ സ്കൂൾ കുട്ടികൾ രക്ഷപ്പെട്ടത്. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വരാതെ എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. നമ്മുടെ നാടിന് വികസനമാണ് വേണ്ടത്, അല്ലാതെ മനുഷ്യ കുരുതിയല്ല. റോഡ് വർക്ക് സ്റ്റാർട്ടായതിൻ്റെ അന്ന് മുതൽ എത്ര മനുഷ്യന്മാരെ ജീവനും ജീവിതമാണ് പോയത്. ഒരു ബ്ലോഗർ എന്നുള്ള രീതിക്കല്ല ഞാൻ സംസാരിച്ചത്, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിക്കാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്.